അവനെ പറ്റി അവന്റെ സ്ത്രീഹന്മാർ ഇങ്ങനെ പാടി, ദൈവം ഒരുവനേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഏക മധ്യസ്ഥനേ ഉള്ളൂ. നമ്മുടെ പാപത്തിന്റെ പരിഹാര ബലിയായിട്ട് തന്റെ പ്രാണനെ വിട്ടുകൊടുത്ത മനുഷ്യനായ യേശുക്രിസ്തു. അപ്പോൾ നമ്മൾ എല്ലാവരും അറിയുന്ന പോലെ ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ, അവൻ സ്വർഗത്തിൽ വാസം ചെയ്യുന്നു. ദൈവത്തെ നമ്മൾ ആരും ഇന്നവരെ കണ്ടിട്ടില്ല. എന്നാൽ തന്റെ മടിയിലിരുന്ന ഏകജാതനെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ അറിഞ്ഞവൻ ദൈവമാരും തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആകെ നോക്കുമ്പോഴേ ഏക സത്യ ദൈവത്തിലേക്ക് പാപികളായിരിക്കും നമ്മളെ കൊണ്ടെത്തിക്കണമെങ്കിൽ, ആ സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകണമെങ്കിൽ സ്വർഗത്തിലേക്കുള്ള വഴി നമുക്ക് അറിയത്തില്ല. നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചവരാണ്, നരകവിധിക്ക് യോഗ്യരായിട്ട് ആദമിന്റെ മക്കളായിട്ട് ജനിച്ചവരാണ്. അതുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള വഴി ഭൂമിയിലുള്ള ഒരു മനുഷ്യനും അറിയത്തില്ല പ്രിയപ്പെട്ടെ. ഒരൊറ്റ മനുഷ്യൻ പോലും ഒരു മതവിശ്വാസിക്കും അറിയത്തില്ല. ക്രിസ്തീയ മത പുരോഹിതന്മാരുൾപ്പെടെ ആർക്കും എന്താണ് സ്വർഗത്തിലേക്കുള്ള വഴി അറിയത്തില്ല. എന്നാൽ സ്വർഗത്തിലേക്കുള്ള വഴി അറിയാവുന്ന ഒരേ ഒരു വ്യക്തി യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. കാരണം എന്താണ്? അവൻ ലോകത്തിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. എന്തുകൊണ്ടാണ് യേശുക്രിസ്തു അങ്ങനെ പറഞ്ഞത് പ്രിയപ്പെട്ട? സ്വർഗത്തിൽ വാസം ചെയ്യുന്ന പിതാവിന്റെ സന്നിധിയിൽ നിന്ന്, സത്യദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഈ താണ ലോകത്തിലേക്ക് മനുഷ്യരുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന ഒരേ ഒരു വ്യക്തി യേശുക്രിസ്തു മാത്രമാണ്. അതായത് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ള വഴി അറിയാവുന്നവനായതുകൊണ്ട്, അവൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നവനായതുകൊണ്ട് ഈ ഭൂമിയിലുള്ളവരെ വീണ്ടും സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാൻ ആ സ്വർഗത്തിൽ നിന്ന് വന്നവന് മാത്രമേ സ്വർഗത്തിലേക്കുള്ള വഴി അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ മാത്രമാണ് വഴി.